ഗേൾസ് ആകുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ എന്തായാലും കല്യാണത്തിന്റെ ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോദ്യം സഹലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നല്ലോ. ആ എക്സ്പെക്ടേഷൻ പോലെ തന്നെ ആയോ അതോ അതിനേക്കാൾ മോശമായിട്ട് വന്നു? നന്നായിട്ട് വന്നു. രാവിലെ മോർണിംഗ് എക്സാം അതന്നെ ഭയങ്കര ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് തോന്നിയിട്ടുണ്ട്. അതായത് 4:30 എക്സാം, മോർണിംഗ് എക്സാം. രാവിലെ എഴുന്നേറ്റ് ആ എക്സാം ചെയ്യുമ്പോൾ തന്നെ കുറെ ഞാൻ എല്ലാ മോർണിംഗ് എക്സാമും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിക്ക് സഹകാരി എന്ന മെറ്റീരിയലാണ്. പിന്നെ ലൈവിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ എക്സാമിൽ തന്നെ ലൈവില് മിസ് എടുത്ത കുറെ പോർഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് അതിൽ ജിക്ക് പറയാൻ പറ്റി. സഹകാരി എക്സ്പ്രസിന്റെ CSB സബ് സ്റ്റോറി സീരീസ് നമ്മൾ തുടരുകയാണ്. ഇന്ന് കണ്ണൂരുള്ള മാടായി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഈ കഴിഞ്ഞ പരീക്ഷയിൽ നിന്ന് നമ്മുടെ കുട്ടികളായിട്ട് കയറിയിട്ടുള്ള 2 കുട്ടികളെന്ന് പരിചയപ്പെടുന്നത്. ഒന്ന് നമ്മുടെ സുജിഷയും, നമ്മുടെ കൺഗ്രാജുലേഷൻസ്, അതുപോലെ നിമിഷയും. ഓക്കെ, നിമിഷയ്ക്ക് മാടായിൽ എത്രാമത്തെ റാങ്കായിരുന്നു? 5th റാങ്കായിരുന്നു. ഇവിടെ അന്ന് എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? 5 വേക്കൻസി റിപ്പോർട്ടിന്. അപ്പോൾ നമുക്ക് റാങ്ക് വന്നപ്പോൾ തന്നെ ഉറപ്പിക്കാൻ പറ്റി കിട്ടുമെന്നുള്ള കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ 5 വേക്കൻസി ആകുമ്പോഴത്തേക്ക് മൊത്തം ഒരു 10-75 ലിസ്റ്റുണ്ട്. ഓക്കെ, വലിയ ലിസ്റ്റായിരുന്നു മാടായിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സഹകരണ മേഖലയിലേക്ക് ആദ്യം മോള് നമ്മുടെ BCom കോർപ്പറേഷൻ പഠിച്ചു, ശരിയാണ്. BCom കോർപ്പറേഷൻ പഠിച്ചിട്ട് എന്താ ചെയ്തിരുന്നത്? BCom കോർപ്പറേഷൻ കഴിഞ്ഞു 2019 കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് PG MCom ഫിനാൻസ് എടുത്തു. അത് കഴിഞ്ഞപ്പാട് ഒരു ജോലി പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ജോലി ഞാൻ വിചാരിച്ചു. ശരിക്കും ഈ BCom കോർപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോർപ്പറേഷൻ സബ്ജക്ട് എടുത്ത ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാല് നേരെ എക്സാം CSB എക്സാം എഴുതാം. പക്ഷെ ആ സമയത്ത് എല്ലാവരും ഞാൻ വിചാരിച്ചത് ഇത് ജനറൽ PSC പോലെ കുറെ വർഷം പഠിക്കണം. പിന്നെ എനിക്കറിയുന്ന ചേച്ചിമാരെല്ലാം ഒരു 4-5 വർഷമായി ഈ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നതായിരുന്നു. ഒന്നും ഗുണമൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഞാനും വിചാരിച്ചത്. ഈ ഫീൽഡിലേക്ക് വന്നില്ല. PG കഴിഞ്ഞപ്പാട് 2 വർഷം ജോബ് ചെയ്തു. പിന്നെ കേരള ബാങ്ക് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്താണ് ഈ കോഴ്സ് സഹകാരിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എക്സ്റ്റൻഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. കേരള ബാങ്ക് നമുക്ക് ലാസ്റ്റ് ക്രാഷ് ആയതുകൊണ്ട് ഇച്ചിരി കുഴപ്പമായിരുന്നു. അതേ സമയത്ത് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, SAP ട്രെയിനർ ആയിട്ട്. അപ്പം അതിനായിരുന്നു ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പഠിക്കുന്നതിന് പകരം അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ കേരള ബാങ്ക് പരീക്ഷ കഴിഞ്ഞപ്പോഴും നമ്മൾ എല്ലാവരും പറഞ്ഞാണ് നിങ്ങൾ എന്ത് ചെയ്യണം, CSB പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞാണ് അല്ലേ? ഒരാൾ നിൽക്കുന്ന ഉദാഹരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു കാരണവശാലും ഉഴപ്പാതിരിക്കുക കേട്ടോ. ഉഴപ്പാതിരിക്കുക, നമ്മൾ വിട്ടുപോകാതിരിക്കുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ കുറേ അധികം പഠിക്കാനുണ്ടാവുന്നൊക്കെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് എന്താ തോന്നിയേ? ശരിക്കും നമ്മ പഠിക്കുന്നതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ ശരിക്കും എനിക്ക് ജനറൽ GK ഒട്ടും പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെന്റെ 3ാമത്തെ നോട്ടിഫിക്കേഷൻ എക്സാം ആണ്. 3ാമത്തെ CSB എക്സാമിലാണ് ഞാനിപ്പോ ക്രാക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. മാത്സ്, ഇംഗ്ലീഷ്, GK ഇതാണ് എന്റെ മെയിൻ പ്രശ്നം. പിന്നെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു. അപ്പം ഏതാണ് എന്റെ വീക്ക് എന്ന് ഞാൻ നോക്കി. അപ്പം അതിന് ഫോക്കസ് ചെയ്ത് ഞാൻ പഠിച്ചു. എന്തായിരുന്നു എന്റെ വീക്ക്നെസ്? എന്റെ GK ആയിരുന്നു മെയിൻ ആയിട്ട്. GK എത്ര സമയം ചെലവാക്കും? എന്തൊക്കെ വായിച്ചു? എക്സ്ട്രാ വായിച്ചിട്ടുണ്ടെങ്കിലും? GK സഹകാരി എന്ന മെറ്റീരിയലാണ്. പിന്നെ ലൈവിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ എക്സാമിൽ തന്നെ ലൈവില് മിസ് എടുത്ത കുറെ പോർഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് അതിൽ GK പറയാൻ പറ്റി. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് ടഫായിരുന്നു. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ടഫായിരുന്നു. പക്ഷെ ഇംഗ്ലീഷിനെല്ലാം എല്ലാത്തിനും ഒരു ട്രിക്ക് ഉണ്ട് പഠിക്കേണ്ടത്. അത് നമുക്ക് പഠിക്കാൻ പറ്റില്ല, എന്തായാലും നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ ബുദ്ധിമുട്ടുള്ള ഭാഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ CSB ജയിക്കാൻ പറ്റൂ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളും നിരന്തരം പഠിച്ച് വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. അവരതിനെ റെക്ടിഫൈ ചെയ്താണ് പിന്നെ വരുന്നത്. അപ്പോൾ നമ്മളെ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുകയുള്ളൂ, ആ ഒരു സൈഡിൽ നിൽക്കുകയുള്ളൂ. കാര്യം നിരന്തരം മത്സരം നടക്കുന്ന പരീക്ഷയല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിമിഷയുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് എടുക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതുപോലെ സുജീഷിനിലേക്ക് പോയാലും സുജീഷിന മലയാളം ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് പിന്നെ സെറ്റൊക്കെ നോക്കിയായിരുന്നു. സെറ്റ് നോക്കിയിട്ട് നേരെ HDC കോഴ്സ് ചെയ്തു. HDC വരാൻ കാര്യം എന്താ? ബ്രദർ പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് വന്നതാണ്. തന്നെ പറഞ്ഞേ
ആദ്യം ഏട്ടനോടാന്ന് പറഞ്ഞ ഏട്ടൻ ബികോം കോർപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു ബാങ്കിങ് ഫീൽഡിലേക്ക് നോക്കിക്കോന്ന്. പിന്നെ അവൻ അപ്പം പ്രൈവറ്റ് ആയിട്ട് HDFC ബാങ്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ HDFCക്ക് പോയപ്പോഴത്തേക്കും എനിക്ക് അക്കൗണ്ടൻസി പഠിച്ചിട്ട് വന്ന പിള്ളേരുണ്ടല്ലോ, അവരുടെ അടുത്ത് എങ്ങനെയാണ്? എനിക്ക് കൊമേഴ്സ്, ഞാൻ +1 +2 കൊമേഴ്സ് ആയിരുന്നു എടുത്തത്. പിന്നെ അത് കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പൊ അത് വലിയ പ്രശ്നമില്ലാതെ പോയി. പിന്നെ നമുക്ക് മോളിത് HDFC കഴിഞ്ഞ എത്ര വർഷം? 2023 HDFC. 23. പിന്നെ എത്ര കാലം ഇതിനു വേണ്ടി അപ്പോഴേ പഠിച്ചു തുടങ്ങി? 2023 അപ്പോഴേ പഠിച്ചു തുടങ്ങി. 2024 ഫസ്റ്റ് നോട്ടിഫിക്കേഷനിൽ. പിന്നെ സഹകരിലേക്ക് ഏത് ബാച്ചിലാണ് നമ്മൾ വരുന്നത്? ആവേശം ബാച്ചിൽ. അപ്പൊ നമ്മൾ ആവേശം ബാച്ചിന്റെ സന്തതിയാണ്. ഓക്കെ മേഡം. അപ്പോൾ ആവേശം വന്നപ്പോഴത്തേക്കും നിനക്ക് എന്തൊക്കെയാണ് നിനക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ ആവേശം വന്നതിന് ശേഷം നിനക്ക് ഉണ്ടായത്? എനിക്കും GKയും ഇംഗ്ലീഷും തന്നെയായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത്. അപ്പം GKന്റെ ലൈവും അങ്ങനെയുള്ളതൊക്കെ കണ്ട്, പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ മാരത്തോണില്ല, എക്സാമിന്റെ തലേ ദിവസമുള്ള മാരത്തോൺ ലൈവില് കുറെ GK, അതായത് 2-3 ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ മെന്റർ ഉണ്ടായത് ദീപ്തി മിസ്സായിരുന്നു. മിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീപ്തിയുടെ മെന്റർഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവിൽ ദീപ്തിയുടെ ബാച്ചിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ കേരളത്തിൽ CSEBയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സഹകരിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നല്ലോ. ആ എക്സ്പെക്ടേഷൻ പോലെ തന്നെ ആയോ, അതോ അതിനേക്കാൾ മോശമായിട്ട് വന്നു? നന്നായിട്ട് വന്നു. രാവിലെ മോർണിംഗ് എക്സാം അതന്നെ ഭയങ്കര ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് തോന്നിയിട്ടുണ്ട്. അതായത് 4:30 എക്സാം, മോർണിംഗ് എക്സാം. രാവിലെ എഴുന്നേറ്റ് ആ എക്സാം ചെയ്യുമ്പോൾ തന്നെ കുറെ, ഞാൻ എല്ലാ മോർണിംഗ് എക്സാമും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ബാച്ച് വന്നതിന് ശേഷം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ചെയ്ത കുട്ടികൾക്ക് ഭയങ്കര പ്രയോജനം. അതായത് റിപ്പീറ്റേഷൻ നമ്മൾ തെറ്റിയത് എഴുതി വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാമിന് തന്നെ കുറെ മാർക്ക്, നല്ലോണം മാർക്ക് നമുക്ക് മാറാം. എക്സാം ആയിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു മാടായി. അതിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പാറ്റേൺ മാറിയ പരീക്ഷയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അതിനുവേണ്ടി അപ്പോഴേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ട് വലിയൊരു പ്ലസ് പോയിന്റ് നമ്മുടെ കുട്ടിക്ക് വന്നു ആ ഒരു പരീക്ഷയിൽ. ഇനി വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ട് അസേഷൻ റീസണിംഗ് ക്വസ്റ്റൻസ് ഒക്കെ ഇനി വരാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴേ പഠിക്കുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ പഠിച്ചു പോലെ പറ്റത്തുള്ളൂ. അപ്പോൾ സുജീഷ്ണ ഇതൊരു എത്ര വയസ്സായി? ഇപ്പം എനിക്ക് 26 വയസ്സായി. എന്തായാലും നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു എന്താ പറയാ, എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ജോബിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്കൊന്ന് സ്വയം നിവർന്ന് നിൽക്കാനുള്ള ശേഷി കൈപ്പറ്റിയിരിക്കുന്നു മിടുക്കി. അപ്പൊ ഈ ഒരു യാത്രയിൽ നമ്മളെ സഹായിച്ചായിരിക്കും കുറെ ടീച്ചേഴ്സ്, അതായത് മോഹനൻ സാറ്, ബാങ്കിങ്ങിന്റെ സാറ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എത്ര സമയം വേണമെങ്കിലും സാറ് വന്ന് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നിട്ടേ വിടുള്ളൂ. അതേപോലെ ദീപ്തി മിസ് ആയാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അക്കൗണ്ടൻസി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ വീട്ടില് എന്റെ ബ്രദറും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടും അങ്ങനെയൊക്കെ. അതുകൊണ്ട് കോൺഫിഡൻസോടെ. പിന്നെ നാട്ടിൽ തന്നെ കിട്ടിയത് അതിന് സന്തോഷം. നാട്ടിൽ കിട്ടിയോണ്ട് പഠിക്കാതിരിക്കണം? ഇനി പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും കേട്ടോ വെച്ചോ. നാട്ടിൽ കിട്ടിയാലും അടുത്ത് കിട്ടിയാലും അത് വലിയ ബാങ്കാണ്. മാടായി സർവീസ് എന്ന് പറയുമ്പോൾ വലിയ ബാങ്കാണ്. വലിയൊരു ഓഡിറ്റോറിയം, എത്ര നമ്മുടെ ഇതുണ്ട്? 24 ബ്രാഞ്ചസ് ഉണ്ട്. 24 ബ്രാഞ്ചസ് ഉണ്ട്. വലിയ ബാങ്കാണ്. അപ്പോൾ എന്നിട്ട് പോലും അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ CSEB മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെച്ചപ്പെട്ട ഓപ്പർച്യൂണിറ്റികൾ ഇനി വരും. കാരണം ഇപ്പോൾ ഒരു ലെവലിലായി നമ്മൾ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എൻഗേജ് ചെയ്യണം. നമ്മളൊരു അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ നടത്തണം. എത്രയും പെട്ടെന്ന് കേട്ടോ. ലിസ്റ്റിലൊക്കെ അസിസ്റ്റന്റ് സെക്രട്ടറിന്, ചീഫ് അക്കൗണ്ടന്റിനെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് വരുന്നതിൽ ആദ്യ റാങ്കുകളിലേക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ വരണം. അതിനുവേണ്ടി ശ്രമിക്കണം കേട്ടോ. നിമിഷയുടെ അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളാവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, നിന്നെ വളർത്തിക്കൊണ്ടു ആരൊക്കെയാണ്? വീട്ടിലെല്ലാരും സപ്പോർട്ടായിരുന്നു. ഇപ്പം ഒരു പ്രായം കഴിഞ്ഞാൽ, ഗേൾസ് ആകുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ എന്തായാലും കല്യാണത്തിന്റെ ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് എന്നെ നിർബന്ധിക്കില്ല. റിലേറ്റീവ് പിന്നെ നെയ്ബേഴ്സ് എന്തായാലും ചോദിക്കും. പക്ഷെ ചോദ്യമായിരുന്നു. പക്ഷെ വീട്ടില് 3 ഏട്ടന്മാരാണ് എനിക്ക്. ഏട്ടന്മാരും മുഴുവനും സപ്പോർട്ടാ. നീ പഠിച്ച ഒരു ജോബായി, ആ ക്യാഷ് നമ്മിപ്പോ ചെലവാക്കുന്ന ക്യാഷ് നിന്റെ വാങ്ങിയിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. അമ്മയും അച്ഛനും ഒരുപാട് സപ്പോർട്ടാണ്. കല്യാണത്തിന്റെ ഒന്നും എന്നെ പറഞ്ഞ് പ്രഷർ ചെയ്തിട്ട് ഇല്ല. കിട്ടുന്നവരെ കിട്ടിയാലും പഠിപ്പ് നിർത്തിക്കൂടാ. അങ്ങനെയാണ്. നന്നാവാന്നുള്ളതാണ്. അപ്പൊ എല്ലാ അച്ഛനും അമ്മയും സഹോദരന്മാരൊക്കെ കാണേണ്ട ഒരു ഫാമിലിയാണ് നിമിഷയുടെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും. നിങ്ങൾ അനിയത്തിയോ ചേച്ചി ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കട്ടെന്നേ. എല്ലാവരും പഠിച്ച് നന്നാവട്ടെ. നന്നായിട്ട് നമുക്ക് സ്വന്തം കാലം നിൽക്കുന്ന ശേഷം വരട്ടെ. കല്യാണമൊക്കെ പതുക്കെ കഴിക്കാം അല്ലേ?
ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതാണ്. അപ്പോൾ കല്യാണമൊന്നും മോശമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എസ്പെഷ്യലി സഹകരണ മേഖല പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നാൽ മേടിക്കാൻ പറ്റിയ ജോബ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുണ്ട്. അത് ഉള്ളതെന്ന് അതൊരു സൈഡ്. അതേസമയം മറ്റൊരു സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മത്സരം ഉണ്ട് താനും. അപ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കുന്നവരെ പഠിക്കുക, നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നവരെ പഠിക്കുക എന്നുള്ളതാണ്. മാടായിൽ നിന്നും നമ്മുടെ സുജീഷ്ണയോടും നിമിഷയോടൊപ്പം എല്ലാ കൂട്ടുകാർക്കും വിചാരിച്ചത് തന്നെയാണ്. CSEB തകർത്തുവച്ച് പഠിക്കുക. താങ്ക് യു.